ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ, കോതമംഗലത്തെ സോണയുടെ മരണം, ഇതൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു. അതിനുവേണ്ടി പാനായിക്കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ്. അങ്ങനെ നിയമമില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ, ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസ്സാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ ഇന്ന് വരെയുള്ള സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ലവ് ജിഹാദിന് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്നു എന്ന് വേണം കരുതാൻ. ആരോട് എവിടെ ചോദിക്കുമ്പോഴും ഇങ്ങനെയൊരു വാക്ക് നിയമത്തിലില്ല എന്ന് പറയുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്നൊരു സത്യം, ഇതൊരു യാഥാർത്ഥ്യമാണ്. FIRലോ ഇതുവരെ കോടതികൾ പരിഗണിച്ചിട്ടുള്ള എവിടെയോ ലവ് ജിഹാദ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടില്ല. ആ വാക്ക് ഇഷ്ടമുള്ളത് സർക്കാർ തീരുമാനിച്ചോട്ടെ, ഞങ്ങൾക്കും വിരോധമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ, അതും പ്രണയം നടിച്ച് പെൺകുട്ടികളെ ചതിക്കുഴിയിലാക്കുകയും അവരെ നിർബന്ധിതമായി മതപരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തിച്ച് മതമാറ്റം നടത്തുകയും ചെയ്യുന്ന നിലപാടിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഇതിനെല്ലാം ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുന്നത് നമ്മളെല്ലാം രാജ്യവിരുദ്ധ ശക്തികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള സംഘടനകളുടെ സാന്നിധ്യം ഇവിടെ വളരെ വലുതാണ്. കോതമംഗലത്തെ പെൺകുട്ടി സോണയെ കൊണ്ടുപോയി പൂട്ടിയിട്ട സ്ഥലം പാനായിക്കുളമാണ്. ഞാൻ പറയാതെ തന്നെ പാനായിക്കുളത്തെ ഇത്തരം സംഘടനകളുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. അവിടെ നടന്ന സിമി ക്യാമ്പിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ ഇപ്പോഴും സജീവമായിട്ടുള്ള ഇത്തരം സംഘടനകളുടെ PFI പോലെയുള്ള നിരോധിത സംഘടനകളുടെ സാന്നിധ്യം പാനായിക്കുളത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, മറ്റു ചിലരും ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പോലീസ് ഈ നിമിഷം വരെയും ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ മരണശേഷം 2-3 ദിവസം ഈ റമീസിൻ്റെ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യവും പോലീസ് നൽകി. ഇന്ന് അവർ ഇത്തരം ശക്തികളുടെ സംരക്ഷണയിലാണ്. അവർ ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്നത് PFIയുടെ സംരക്ഷണയിലാണ് അവരെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി പോലീസിന് അവരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട ഗതികേടിലാണ്.